മുല്ല നസറുദ്ദീൻ ഹോജയ്ക്ക് തന്റെ കുഴിമടിയനായ കഴുതയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ക്രൂരമായി മർദ്ദിച്ചാൽ പോലും അത് യാതൊരു പണിയും എടുക്കില്ല. ഇത് കേട്ട് വിദഗ്ധനായ ഒരു വിൽപ്പനക്കാരൻ ഹോജയോട് പറഞ്ഞു, നമുക്കിതിനെ ലേലത്തിൽ വിൽക്കാം, നല്ല വില വാങ്ങിത്തരാം, എനിക്ക് കമ്മീഷൻ തന്നാൽ മതി. അങ്ങനെ ഈ വിൽപ്പനക്കാരൻ കഴുതയും കൊണ്ട് ചന്തയിലെത്തി. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവദൂതനെ പോലെ ഒരു കഴുത, സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, നിങ്ങൾ അതിനെ അടിച്ചാൽ പോലും അത് നിങ്ങളെ വിട്ടുപിരിയില്ല, നിങ്ങളോട് ചേർന്ന് നിൽക്കും. കഴുതയുടെ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലേലത്തുക വർദ്ധിച്ചു വന്നു. അവസാനം ഒരാൾ മറ്റുള്ളവർ വിളിച്ചതിനെക്കാട്ടിലും ഇരട്ടി തുകയ്ക്ക് ലേലം ഉറപ്പിച്ചു. അത് ഹോജ തന്നെയായിരുന്നു. വിൽപ്പനക്കാരൻ പറഞ്ഞത് കേട്ട് ഹോജ പോലും വിശ്വസിച്ചു ഇത് ദൈവദൂതനായ കഴുതയാണെന്ന്. ഇതുപോലെ നമ്മളും മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ ആണെന്ന് അഭിനയിക്കും, അവസാനം നമ്മളും അത് വിശ്വസിക്കും. നമ്മളുടെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നതാണ് പതഞ്ജലി യോഗസൂത്ര. മുല്ല നസറുദ്ദീൻ ഹോജയ്ക്ക് തന്റെ കുഴിമടിയ